അപ്പൊ തന്റെ ആ സാരഥിയോട് പറയുകയാണ് താരകാസുരൻ, എനിക്ക് ശിവപുത്രനായിട്ടുള്ള കാർത്തികേയനോട്, സുബ്രഹ്മണ്യനോട് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് നിന്റെ കഴിവ് എന്താണോ, നിന്റെ സാമർഥ്യം, തേരുതെളിക്കുന്ന തേരാളിയുടെ സാരഥിയുടെ സാമർഥ്യവും അനുസരിച്ചിട്ടാണ് ഒരു യോദ്ധാവിന് യുദ്ധകളത്തിൽ വിജയിക്കാൻ കഴിയുക. അപ്പൊ നിന്റെ സാമർഥ്യം നീ എന്താണ് എന്ന് വ്യക്തമാക്കുക, തെളിയിക്കുക എന്നാണ്. അപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ദേവസൈന്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആ സ്കന്ദൻ പറയുകയാണ് തന്റെ സാരഥിയായിട്ടിരിക്കുന്ന വായുദേവനോട്, വായു ഭഗവാനോട്, അങ്ങ് എന്റെ രഥത്തെയും മണ്ഡപ്രമണം ചെയ്യിപ്പിക്കുക എന്ന് കേട്ടതും വായുദേവൻ അനേകം കുതിരകളെ പൂട്ടിയതായിട്ടുള്ള ആ തേര് ഭ്രമണം ചെയ്യിപ്പിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് യക്ഷന്മാരും ഗന്ധർവന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് അതിഭയങ്കരമായിട്ടുള്ള ആ യുദ്ധമാണ്. അങ്ങനെ വളരെയധികം ആയുധങ്ങളെ പ്രയോഗിച്ചു. പക്ഷേ വീണ്ടും ഈ താരകാസുരൻ ഒന്ന് മോഹാലസ്യപ്പെട്ട് വീണാലും വീണ്ടും എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്നു. അപ്പോഴാണ് ദിവ്യ ആയുധങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ മുന്നിൽ, സുബ്രഹ്മണ്യന്റെ മുന്നിൽ വന്ന് നിന്ന് സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാണ്. ബ്രഹ്മാസ്ത്രം, ആഗ്നേയാസ്ത്രം, യാമ്യാസ്ത്രം, ഐന്ദ്രാസ്ത്രം, സൗരാസ്ത്രം, ഇങ്ങനെയുള്ള ദിവ്യ അസ്ത്രങ്ങളൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന് സ്കന്ദന്റെ സമീപം കൂപ്പുകൈകളോടുകൂടി സ്തുതിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ട് താരകാസുരൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. ഈ യുദ്ധത്തിനുപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും സ്കന്ദന്റെ മുന്നിൽ പ്രണമിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പോഴാണ് താരകാസുരൻ പാശുപതം എന്ന അസ്ത്രത്തെ പ്രയോഗിക്കുന്നത് എന്നാണ്. എന്നാൽ ആ പാശുപതാസ്ത്രമാവട്ടെ ഇവിടെ സ്കന്ദൻ കുട്ടിക്കളി എന്നതുപോലെ ഒരു കൈകൊണ്ട് അതിനെ അനായാസം പിടിച്ചെടുത്തു, അങ്ങനെ അതിനെ തടഞ്ഞു. എന്നിട്ടാണ് അവസാന യുദ്ധത്തിൽ ആ താരകാസുരനെ, അതുപോലെ തന്നെ ക്രൗഞ്ച, പർവ്വതരൂപത്തിൽ വർത്തിച്ചതായിട്ടുള്ള ക്രൗഞ്ചത്തിനെയും താരകാസുരനെയും നിഗ്രഹിച്ചുകൊണ്ടാണ് ആ ഒരു യുദ്ധം അവിടെ അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഏതാനും കഥാസന്ദർഭങ്ങളെ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവകാന്ഡം ഇവിടെ പൂർത്തിയാവുക. അതിനുശേഷം തുടർന്ന് വരുന്നത് അസുരകാന്ഡം. അപ്പോൾ ഇനി പ്രധാനിയായിട്ടുള്ള, ശരിക്കും ഈ സുബ്രഹ്മണ്യന്റെ അവതാര ഉദ്ദേശം താരകനിഗ്രഹം മാത്രമല്ല, ശൂരപത്മാദി ചരിതം. ശൂരപത്മാസുരനെ നിഗ്രഹിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള അസുരകാന്ഡത്തിൽ മുഖ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ശൂരപത്മാസുര ചരിതമാണ്. അവരുടെ ഉൽപ്പത്തി തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെയാണ്. വീണ്ടും ആ ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധവും അതൊക്കെയാണ് അടുത്ത നമ്മളിനി പ്രവേശിക്കാൻ പോകുന്ന, കേൾക്കാൻ പോകുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. നാളെ പ്രഭാതത്തിൽ പതിവ് പോലെ ഗണപതി ഹോമത്തോടു കൂടിയിട്ട് ആരംഭിക്കും. നാളെ വൈകിട്ടാണ്, ഇന്ന് മുൻപ് സൂചിപ്പിച്ചു, സുബ്രഹ്മണ്യ കവചം, സ്കന്ദ കവചം ജപിച്ച് അർച്ചന ചെയ്യാനും ആ സർവൈശ്വര്യ പൂജയിൽ ഭഗവാനെ അർച്ചിക്കുവാനുമുള്ള ഒരു ദിവസം നാളെയാണ്. അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കുക, നേരത്തെ തന്നെ പേര് കൊടുക്കുക. അങ്ങനെ അത് ചെയ്ത ശേഷം ഇവിടെ നിന്നും പൂജിച്ചതായിട്ടുള്ള സ്കന്ദ കവചം, ചരട്, അതൊക്കെ സ്വീകരിക്കുക. അത് നാളെ വൈകിട്ടാണ് ഒരു 5-5:15 അത് തയ്യാറായി ആരംഭിക്കണം. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് മുൻപായിട്ട് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.